ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളക്കടല കൊണ്ട് ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്ക് പീസ് അത് ഒരു 6 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം. കുതിർന്നതിന് ശേഷം നന്നായി കഴുകി കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാം. 7 വിസിൽ വരുന്നത് വരെ വേവിക്കാം. അത് വെന്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. തേങ്ങാക്കൊത്തിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് കളറ് മാറുന്നത് വരെ വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഓരോ സ്പൂൺ വീതം ചേർക്കാം. അതും ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇടാം. സവാള പച്ചമുളക് അരിഞ്ഞത് ഇട്ട് വഴറ്റാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാനായി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി അത് ഇളക്കി വഴറ്റാം. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. സവാള കളറൊന്ന് മാറി വന്നു. ഇനി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി കാശ്മീരി ചില്ലിയാണേ 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാല പൊടി 3/4 ടീസ്പൂൺ. പൊടികളെല്ലാം ചേർത്തു. ഇനി അതൊന്ന് ചൂടാകുന്നത് വരെ വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം പൊടികൾ വഴറ്റാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പൊടികളൊക്കെ ചൂടായി. ഇനി അതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാം. തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി എല്ലാം നല്ലതുപോലെ വെന്ത് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റണം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യേണ്ടത്. ഇത് നന്നായി വഴറ്റിയെടുത്തെങ്കിലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായി ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. എണ്ണ തെളിയുന്നത് വരെ വഴറ്റണം. ഇനി അതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഗ്രേവി എത്ര വേണമെന്നനുസരിച്ച് വെള്ളം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം.
അതൊന്ന് ഇളക്കി തിളയ്ക്കാനായിട്ട് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കടലയിലേക്ക് മസാല പിടിക്കാനായി തിളയ്ക്കാനായി വെക്കാം. തിളയ്ക്കുന്നുണ്ട്. ഇനി അതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഗ്രേവിയൊക്കെ കുറുകി വരുന്നുണ്ട്. അങ്ങനെ കടലക്കറി ഏകദേശം റെഡിയായി. ഈ കടലക്കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു.